എൻ ശ്രീകുമാറിനോട് ഇതിൻ്റെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ തലപ്പത്ത് വളരെ വലിയ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ കൊണ്ടും മാത്രം പ്രശ്നം തീരുന്നില്ല. ഈ സർക്കാർ വന്നപ്പോൾ ശ്രീകുമാർ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നതിൻ്റെ എല്ലാ ആവേശത്തോടെയും NGO അസോസിയേഷൻ, അതിൽ തന്നെ ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നറിയില്ല, ഇവരെല്ലാവരും വ്യാപകമായി ലിസ്റ്റുമായി വന്നു. വ്യാപകമായി സ്ഥലം മാറ്റം ഉണ്ടായി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇനിയും തയ്യാറെടുത്തിരുന്നോളൂ, ഇനിയും സ്ഥലമാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ രാഷ്ട്രീയ ആഹ്ലാദമൊക്കെ മനസ്സിലാവും. പക്ഷേ പ്രശ്നം ഇതുപോലൊരു സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസർമാർ, ഓരോ പ്രദേശവും മനസ്സിലാക്കുന്ന വില്ലേജ് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ഇവരെ എല്ലാം എടുത്ത് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി അടിച്ച് അവസാനം ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളില്ലാതെ വന്നതും മുമ്പ് താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ശരിയായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനും അതിനെന്തൊക്കെ വേണം എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനും അതിന് കഴിയും വിധത്തിൽ ജനകീയമായി പൊതുപ്രവർത്തകരെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ കഴിയും വിധത്തിലേക്ക് കഴിയാതെ പോയത് ഈ ജീവനക്കാരുടെ ഇടയിൽ നടത്തിയിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ കൂടിയല്ലേ? തലപ്പത്തത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മുൻ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ചുരുക്കം ചില വാചകങ്ങളൊന്ന് കേൾക്കാം. അതിനുശേഷം താങ്കളുടെ മറുപടിയിലേക്ക് അല്ലെങ്കിൽ പറയാനുള്ളതിലേക്ക് വരാം. കേൾക്കാം. ഭരണരംഗത്തെ അശാസ്ത്രീയമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ പോലും ചിരപരിചിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നേതൃത്വം നൽകുന്നതിൽ വലിയ പതനമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജൂൺ മാസത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിൽ ഈ ഗവൺമെന്റിനോട് സവിനയം അഭ്യർത്ഥിച്ചതാണ്. ഓഗസ്റ്റ് മാസം വരെയെങ്കിലും മഴയുടെ ആദ്യ ക്വാർട്ടറിൽ ചിരപരിചിതരായ, നാടുമായി ബന്ധമുള്ള, അതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുന്ന വില്ലേജ് ഓഫീസർമാരെ, ബന്ധപ്പെട്ടവരെ ഒരു കാരണവശാലും സ്ഥലം മാറ്റരുത്. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ആവശ്യമായിട്ടുള്ള ശത്രുതാ നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാം, വിരോധമൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് വൈദ്യുത മന്ത്രി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ചില മാറ്റങ്ങളൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ഈ കീ പോയിന്റിലിരുന്ന്, ഞാൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഒരു മാസത്തിനിടെ 13 വില്ലേജ് ഓഫീസർമാരടക്കം 117 പേരെയാണ് സ്ഥലം മാറ്റിയത്. കോട്ടയത്ത് അതിനേക്കാൾ ഭീകരമാണ്, 161 പേരെ സ്ഥലം മാറ്റി. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ആലപ്പുഴ 207 റവന്യൂ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. ഇതാണ് എൻ ശ്രീകുമാർ, എനിക്ക് താങ്കളോട് അടുത്തതായി ചോദിക്കാനുള്ള വളരെ പ്രസക്തമായ ഒരു പ്രശ്നമല്ലേ അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ജൂൺ മാസത്തിൽ നിയമസഭയ്ക്കുള്ളിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ മഴയുടെ ആദ്യ ക്വാർട്ടറിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഓഗസ്റ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളാവും പോലെ ചെയ്തോളൂ, റവന്യൂ വകുപ്പിൽ ഇങ്ങനെ ചെയ്യരുത്, വില്ലേജ് ഓഫീസർമാരെ ഇങ്ങനെ തലങ്ങും വിലങ്ങും എടുത്ത് അടിക്കരുത്, സ്ഥലം മാറ്റരുത്, ദോഷം ചെയ്യും. ചിരപരിചിതരായ ആളുകളുടെ അഭാവം അത് ഒരു പ്രശ്നം തന്നെയായി മാറിയില്ലേ? വിലയിരുത്തണ്ടേ സർക്കാർ? നോക്കൂ ശ്രീ ശരത്തെ, ശ്രീ രാജൻ്റെ ഈ പ്രസ്താവന ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്തിട്ട് അതൊരു തെറ്റായ വ്യാഖ്യാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ചെങ്ങന്നൂർ വില്ലേജ് ഓഫീസറെ പത്തനംതിട്ട വില്ലേജിലേക്ക് മാറ്റിയാൽ ചെങ്ങന്നൂർ വില്ലേജ് ഓഫീസറും പത്തനംതിട്ട വില്ലേജ് ഓഫീസറും ഇതൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ്. അപ്പോൾ അത് തെറ്റായ ഒരു നിരീക്ഷണമായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അത് ശ്രീ രാജൻ എന്തോ ഒരു രാഷ്ട്രീയമായ ഒരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധിക്കാതെ പറഞ്ഞതാണെന്നൊരു ചിന്ത എനിക്കറിയാം. ഇപ്പൊ പത്തനംതിട്ടയിൽ 117 റവന്യൂ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ അടക്കം, ആലപ്പുഴയിൽ കൂട്ടത്തോടെ 270 പേരെ, കോട്ടയത്ത് 161 പേരെ. അപ്പോൾ താളം തെറ്റുന്നത് ആ പ്രദേശങ്ങളാണ്, കഷ്ടപ്പെടുന്നത് ജനങ്ങളാണ്. ഈ ക്യാമ്പിൽ നിന്ന് ഇത്രയധികം പരാതികൾ ഉയരാൻ അതല്ലേ കാരണം. ഇപ്പം നോക്കൂ, 2018 10 ലക്ഷത്തിലധികം ആളുകൾ, ഞാൻ വേഗത്തിൽ നിന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്, 3000-ൽ പരം ക്യാമ്പുകൾ, കേരളം മുഴുവൻ ക്യാമ്പിലാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്ത്, നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം അതിനെ ഏറ്റെടുത്തത്? നമ്മളത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇതിലുണ്ടായ പാളിച്ച മനസ്സിലാക്കി തിരുത്തണ്ടേ ഒരു സർക്കാർ?
നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഈ 10 വർഷത്തെ താരതമ്യവും 2 മാസത്തെ താരതമ്യവും ഒരിക്കലും ഞാൻ ചെയ്യില്ല. അത് ഞാൻ 2 മാസം എന്ന് പറഞ്ഞാലും 2 മാസം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് തിരിച്ച് നിങ്ങളും പറയും. അതുകൊണ്ട് അതിലേക്ക് അതിലൊരു പെശകുണ്ട്. ഞാൻ പറഞ്ഞ കാരണം 10 വർഷവും 2 വർഷവും 2 മാസമായിട്ട് താരതമ്യം ചെയ്തതല്ല. 2018 ആ പ്രളയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ആദ്യ അനുഭവമായിരുന്നു. എത്ര തലമുറകൾക്ക് മുമ്പാണ് ഇതിനു മുമ്പൊരു വെള്ളപ്പൊക്കമുണ്ടായി, ഇത് മഹാപ്രളയമുണ്ടായത്. അപ്പോൾ ആ സർക്കാരിന് അങ്ങനെ പോലും ഒരു താരതമ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂടി നമ്മൾ കാണണം. അല്ലെന്നേ, 2018 പ്രളയമൊക്കെ നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. ആ പ്രളയത്തിൻ്റെ പേരിൽ വിദേശയാത്ര നടത്തിയിട്ട് ഒരു റൂം ഫോർ റിവർ എന്നാണ് മറ്റേ ഡച്ച് മോഡൽ റൂം ഫോർ റിവർ എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ആ പദ്ധതിക്ക് എവിടെയെന്നൊക്കെ എനിക്ക് ചോദിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തനി രാഷ്ട്രീയക്കാരനല്ല. ശ്രീ എച്ച് സലാം പറഞ്ഞ പോലെ ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല, കോൺഗ്രസിന് വേണ്ടി പറയുന്നൊരു പത്രപ്രവർത്തനമാണ്, അല്ലാണ്ട് രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഇവിടെ ഞാൻ ശരത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ അതിൽ ഊന്നി നിൽക്കുന്നത്. അതായത് വില്ലേജ് ഓഫീസർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അതിലൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ വില്ലേജ് ഓഫീസർമാരും ഇത് പരിചയമുള്ളവരാണ്. നേരെ മറിച്ച് ജൂനിയർമാരായ ആളുകളെ സീനിയറായ ഇപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ കുട്ടനാട് ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളതെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റം, അങ്ങനെ ജൂനിയേഴ്സിനെ പുതിയ PSC നിയമനം വഴി അതൊക്കെ ആണെങ്കിലേ ചർച്ചയുള്ളൂ. ശ്രീ രാജൻ പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ലാത്തതാണെന്ന് അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ. അത് മാത്രമല്ല നമുക്ക് ചിന്തിച്ചറിയാമല്ലോ. കാരണം A എന്നയാളും B എന്നയാളും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റപ്പെടുമ്പോൾ A ഉണ്ടായിരുന്ന സ്ഥാനത്ത് B വന്ന് ശരിയായില്ല എന്ന് പറയുന്നത് ഒരു യുക്തിയില്ലാത്തതാണ്.